കലങ്ങിയ തെളിയാത്ത വെള്ളമുണ്ടോ? അപ്പം അതുപോലെ അവിടെയുള്ള AMMയുടെ വെള്ളവും തെളിയും. അവിടെ പുതിയ നേതൃത്വം വരും. പ്രത്യേകിച്ച് നിലപാടുള്ള പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ താരരാജാക്കന്മാരായ മമ്മൂക്കും ലാലേട്ടനൊന്നും ഒന്നിൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഇത്രയും നല്ലൊരു വലിയ സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. നിങ്ങളെ തള്ളി മാറ്റാൻ നാലാം തൂണ് പിടിച്ച് കുലുക്കേണ്ടതല്ല, അത് തള്ളി മാറ്റപ്പെടേണ്ടവരല്ല. പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. മുകേഷ് മാറിയിട്ടില്ലെങ്കിലും മുകേഷിനെ അതിലേക്ക് അപ്പോയിന്റ് ചെയ്തൊരു പാർട്ടി എന്നൊരു സംവിധാനമുണ്ട്. അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല. ഇപ്പത്തെ ഒരു സീനിയറിയ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന. അല്ല, ഇപ്പൊ പലരും വ്യാജ സാക്ഷിയായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുക? അതിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സത്യമേതാ കള്ളമേതാന്ന് അറിയാത്ത രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇനി അതൊക്കെ അന്വേഷിക്കേണ്ട പോലീസാണല്ലോ. നല്ലതാണോ ശരിയാണോ വ്യാജമാണോ ഒറിജിനലാണോ എന്നൊക്കെയുള്ള കാര്യം പോലീസാണ് അന്വേഷിക്കേണ്ടത്. ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടൊരു സ്പെഷ്യൽ ടീമിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്യും. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഓഫീസേഴ്സാണ് ആ ടീമിലുള്ളത്. വിശ്വാസമുണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വാസം. പക്ഷെ മുന്നിൽ നടന്ന കേസുകൾക്കൊന്നും ഇതുവരെ ഒരു അന്ത്യം ഉണ്ടായിട്ടില്ല. പറയാൻ പറ്റില്ല. നമ്മളെ നാട്ടിൽ നടന്ന ഒരുപാട് കേസുകൾ തെളിയിക്കപ്പെട്ടൊരു നാടല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ഓഫീസേഴ്സാണ് അതിന് പിന്നിലുള്ളത്. എന്തായാലും അതിനൊരു നല്ല ഫലം ഉണ്ടാവും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ തന്നെയാണ്. കൂട്ടരാജ് ശരിയായെന്ന് തോന്നുന്നുണ്ടോ? അത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാനില്ല. അത് അവരുടെ തീരുമാനം, ഇന്റേണലായ തീരുമാനം. അത് അവരാണല്ലോ തീരുമാനിക്കുന്നത്. ധാർമ്മിക ഉത്തരവാദിത്തം എന്നുള്ള വിളിച്ചോട്ടല്ലേ? അല്ല, അങ്ങനെ വിളിച്ചോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം അവരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായി. നേരം വൈകിട്ടാണെങ്കിലും തയ്യാറായി എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനിയിപ്പം കലങ്ങിയ തെളിയാത്ത വെള്ളമുണ്ടോ? അപ്പം അതുപോലെ അവിടെയുള്ള AMMയുടെ വെള്ളവും തെളിയും. അവിടെ പുതിയ നേതൃത്വം വരും. ആ നേതൃത്വത്തിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു നല്ല സംഭവം അവിടെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ രാജി വളരെ നല്ല കാര്യമാണ്. അവർ നേരം വൈകിയാലും ആ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തു എന്ന് പറഞ്ഞ ചില്ലറായിട്ട് വെറുതെ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. നേതൃസ്ഥാനത്തേക്ക് യുവതലമുറ വരുന്നതിൽ എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് നിലപാടുള്ള പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. വരേണ്ടതെന്നുള്ള അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഈ യുവതലമുറയിലും അല്ലാത്ത തലമുറയിലും ഒക്കെ പെട്ടതിൽ നിന്ന് വളരെ കൃത്യമായൊരു നിലപാട് പറഞ്ഞ ഒരാളാണ് പൃഥ്വിരാജ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൃഥ്വി അങ്ങോട്ട് വരാൻ യോഗ്യനാണ്. പലരും ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ താരരാജാക്കന്മാരായ മമ്മൂക്കും ലാലേട്ടനൊന്നും ഒന്നിൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഇത്രയും നല്ലൊരു വലിയ സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അവർക്ക് ഇതിലൊരു അഭിപ്രായം പോലും പറയാൻ അവർ വരുന്നില്ല, അല്ലെങ്കിൽ എവിടെ രേഖപ്പെടുത്തുന്നില്ല? അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർക്ക് അത് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് അറിയില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ട് പറയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മലയാള ചരിത്രത്തിൽ ഒരു തുടർച്ച നീക്കമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ നേതൃത്വം നൽകിയത് WCC എന്ന് പറഞ്ഞ നാട്ടിലുള്ള പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് അതിന് തുടക്കം കുറിച്ചത്. അതിന് അതുപോലെ നിങ്ങളടക്കമുള്ള ജനാധിപത്യത്തിന്റെ 4-ാം തൂണുകളായ മാധ്യമങ്ങൾക്കും വലിയ നല്ല രീതിയിലുള്ള പങ്കുണ്ട്. നിങ്ങളെ തട്ടിമാറ്റപ്പെടേണ്ടവരല്ല നിങ്ങൾ എന്ന് നിങ്ങൾ വീണ്ടും ശക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ തള്ളിമാറ്റാൻ 4-ാം തൂണ് പിടിച്ച് കുലുക്കേണ്ടതല്ല, അത് തള്ളി മാറ്റപ്പെടേണ്ടവരല്ല. നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ ഈ കാണുന്ന 4, 5, 6 മുഖങ്ങളോടല്ല നമ്മൾ സംസാരിക്കുന്നത് എന്ന ബോധ്യം സംസാരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കാരണം നമ്മൾ സംസാരിക്കുന്നത് വലിയ ജനക്കൂട്ടത്തോട്, അതിന്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിച്ചിട്ടോ നിങ്ങളോട് ഞാൻ തട്ടി പറഞ്ഞിട്ടോ ഇതൊരു 235 പേജിന്റെ പരിപാടിയല്ലേ എന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ശക്തമായിട്ട് നേരിട്ട് അഭിമുഖീകരിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ള ട്രെയിനിങ് ആണ്. ഇനിയിപ്പം AMMയുടെ പുതിയ നേതൃത്വമൊക്കെ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കുള്ള മീൻസ് അവിടെയുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും നല്ല ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെയാണ് പൊതുസമൂഹത്തോട് ബന്ധപ്പെടേണ്ടത്, അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ആണ് ആദ്യം നടത്തേണ്ടത്. അതിനുശേഷമാണ് ഈ കോമഡി ഷോകളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ
ഒരു വിനീതമായ അഭിപ്രായം. ഒരു പദവിയിൽ എടുക്കുന്ന ആളുടെ പേരിൽ ആരോപണം വന്നാൽ സാധാരണ ചെയ്യേണ്ടത് ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, എന്നിട്ട് എന്താണ് ആരോപണം സത്യമാവണ വരെ എന്താണ് അത് കൂടെ നിൽക്കണം എന്നാണ്. പക്ഷെ മുകേഷ് സാർ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല, മാറാൻ തയ്യാറല്ല അദ്ദേഹം. വീണ്ടും എന്താണ് ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കള്ള രീതിയിലാണ് ന്യൂസ് ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി ഇതുപോലെ കുറെ ആൾക്കാർ വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനോട് എന്താ പറയാനുള്ളത്? പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. മുകേഷ് മാറിയിട്ടില്ലെങ്കിലും മുകേഷിനെ അതിലേക്ക് അപ്പോയിന്റ് ചെയ്ത ഒരു പാർട്ടി എന്നൊരു സംവിധാനമുണ്ട്. അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല, അതിനകത്തൊരു സംവിധാനമുണ്ട്. അത് ഞാനൊക്കെ മനസ്സിലാക്കിയ ഒരു പാർട്ടി കൃത്യമായി നടപടിയെടുക്കും. പ്രത്യേകിച്ച് നമ്മളൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറയാറുണ്ടെങ്കിലും പിണറായി എന്ന ഒരു മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാകും. കൃത്യമായ നിലപാട് പിണറായി സഖാവ് എടുക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിൽ പ്രതീക്ഷയുള്ള ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ നടപടി ഉടനെ തന്നെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ തന്നെ രാജി ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. രാജി വെക്കണമല്ലോ, കാരണം 99ഓളം സീറ്റ് ഉണ്ടല്ലോ. അതിൽ 100 സീറ്റ് പോയാൽ തന്നെ എന്താ, ഇനി സുഖമായിട്ട് ഭരിക്കാമല്ലോ 2 കൊല്ലത്തെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഭരണത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല നിലപാട് എടുക്കണം, സമൂഹത്തിനൊരു മാതൃകയാവണം. കാരണം പ്രതീക്ഷയോടുകൂടിയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിനെ വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ടും കൂടിയാണ് പറയുന്നത് രാജിവെക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. തീർച്ചയായിട്ടും ഇത്തരം ഒരു പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു റെയിൽവേ അപകടം നടന്നപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അത്രയും സംസ്കാരമുള്ള ഒരു നാടാണ് നമുക്ക്. വേണമെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് വേണമെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ചോദിക്കാം, അദ്ദേഹമാണോ ആ ട്രെയിൻ ഉന്തി തള്ളിയിട്ടത്? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അതാണ് അത്രയും ധാർമ്മികതയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വലിയൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തുടർച്ചകളാണ് നമ്മൾ. അതുകൂടെ മനസ്സിലാക്കിയിട്ടാണ് അതിനോട് ഓക്കെ തന്നെ. അല്ല, ഒരു ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത 15 പ്രമുഖന്മാരുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിപ്പോ ആരും പ്രഷർ ചെയ്യുന്നില്ല, വെളിപ്പെടുത്താൻ ആരും പ്രഷർ ചെയ്യുന്നില്ല. അത് എന്തിന്റെ നീക്കമായിട്ടാണ് കരുതുന്നത്? ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ പേര് എന്താണ് സ്വയം വന്നിട്ട് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ പേരുകൾ വെളിപ്പെടുത്തുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അതല്ല, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പേര് മാത്രമാണ്. അത് നമുക്കറിയാലോ. എല്ലാത്തിന്റെയും പിന്നിലുള്ള ഒരു അധോലോകത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അധോലോകത്തെ കുറിച്ചാണ്. അത് 15 ആകാം, 150 ആകാം, നമ്പർ അല്ല ഇവിടെ വിഷയം. അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഏകദേശം ചിത്രം തെളിഞ്ഞു വന്ന് തുടങ്ങുന്നുണ്ട്. അത് ഇനിയും തെളിയാനുണ്ട്, അത്രയോ. അപ്പൊ ഈ റിപ്പോർട്ടിലുള്ള പേര് തന്നെയാണ് ഇപ്പൊ ചാനലുകളിൽ ചർച്ച ആവുന്നത്. നമുക്ക് റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴല്ലേ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട്. അപ്പൊ ഇത് ഒരു ഇതിനൊരു തുടക്കമാണ് ഇത് എന്ന് വിചാരിക്കും. തുടക്കം തന്നെ, തുടക്കം. ഓക്കെ, താങ്ക് യു.